പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്നറിയാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 3 ടറോട്ട് കാർഡുകളാണ്. ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസ്നേറ്റ് ആണോ എന്നില്ല. റെസ്നേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമായിരിക്കും. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ കാർഡായ ടറോട്ട് കാർഡിലേക്ക് പോകാം. എയ്സ് ഓഫ് കപ്പ് എന്ന ടറോട്ട് കാർഡിലേക്ക് നമുക്ക് പോകാം. നമുക്ക് എയ്സ് ഓഫ് കപ്പ് എന്ന് പറയുന്ന ഈ കാർഡിൻ്റെ റീഡിങ് പറയാം. നിങ്ങളോടുള്ള അവരുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ് എന്നാണ് നാം നോക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സിലേക്ക് നമുക്ക് പോകാം. ഇവർക്ക് നിങ്ങളോടുള്ള അനുഭവങ്ങൾ വളരെ ആഴത്തിലുള്ളതും സ്നേഹപൂർവവുമാണ്. നിങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ ആഴത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അവർ പോരാടുകയും പ്രതിസന്ധികളെ മറികടക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അവർ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറല്ല. നിങ്ങളുടെ മുമ്പിൽ തോൽക്കാനാണ് അവർക്കിഷ്ടം. പ്രതിസന്ധികൾ നിങ്ങളെ ലഭിക്കാതിരിക്കുകയോ നിങ്ങൾ ആ വ്യക്തിക്ക് വിഷമമുള്ള രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്താൽ അത് അവർക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളോട് ഒരുപാട് വിശ്വാസവും സ്നേഹവുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ചെറിയ കാര്യം പറഞ്ഞാൽ തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നത്. മറ്റുള്ളവരോട് വാക്ചാരുതി കാണിച്ച് തർക്കിക്കാനൊക്കെ യാതൊരു മനക്ലേശവും ഇല്ലാത്തവർ നിങ്ങളുടെ കാര്യത്തിൽ വളരെ സെൻസിറ്റീവാണ്. നിങ്ങളുടെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നവരാണ്. നിങ്ങളോട് തങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയാൻ ഇവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒരുതരം ഭയമോ ആശങ്കയോ ഇവരെ പലപ്പോഴും ബാധിക്കുന്നുണ്ട്. നിങ്ങളോട് വലിയ തരത്തിലുള്ള ഇഷ്ടമുള്ളപ്പോഴും സ്നേഹമുള്ളപ്പോഴും പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുന്നതിന് ആശങ്കപ്പെടുന്നുണ്ട് ഇവർ. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ എന്ത് വിചാരിക്കും, നിങ്ങൾ എങ്ങനെ അതിന് എടുക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഇവർക്കുണ്ട്. ഏതായാലും നിങ്ങളോട് ആഴത്തിലുള്ള സ്നേഹമാണ്. ഹൃദയം തുളുമ്പുന്ന സ്നേഹം നിങ്ങളോടുണ്ട്. പക്ഷേ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ഭയമാണ്. നിങ്ങൾ എങ്ങനെ അത് സ്വീകരിക്കും, എങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിലാണ് അവർക്ക് പ്രധാനമായിട്ടും ഭയമുള്ളത്. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈല് നമ്മൾ എടുക്കുകയാണ്. 2 ഓഫ് സ്വാർഡ്സ്, 2 വാളുകൾ എന്ന പൈലാണ്. നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് നമുക്ക് നോക്കാം. അവരുടെ മനസ്സിൽ വലിയ തരത്തിലുള്ള ഒരു ഭയവും ഒരു പ്രതിസന്ധിയും രൂപപ്പെട്ടിരിക്കുന്നു. അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി, ഒരു ഭയമോ ഒരു വെല്ലുവിളിയോ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹവും ഒക്കെ തുടരുമെങ്കിലും അവരെ നിങ്ങളിൽ നിന്ന് അകറ്റുവാനായിട്ട് ഒരു കൂട്ടം ശ്രമിക്കുന്നു. അതിൻ്റെ ആത്മസംഘർഷത്തിലാണ് അവർ. നിങ്ങളോട് സ്നേഹം തുടർന്ന് പോയാൽ അവരോട് വഴക്കിന് വരുന്ന, യുദ്ധത്തിന് വരുന്ന അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന ചിലർ വന്നിരിക്കുന്നു. അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിലോ അല്ലെങ്കിൽ അവരെ ഭയപ്പെട്ടതിനാലോ നിങ്ങളോട് ഒരു അകൽച്ച കാണിക്കാൻ ഇവരിൽ സമ്മർദ്ദം ഉണ്ടാവും. അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. ഏതായാലും ഇവരെ മുന്നോട്ട് പോകാൻ, നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത ചിലർ ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങളോട് എന്ത് തീരുമാനം എടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. വളരെയധികം സമ്മർദ്ദത്തിലും സഹന ഒക്കെ ഉണ്ടായെങ്കിലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ മാത്രമാണ് ഈ വ്യക്തിക്ക് സാധിക്കുന്നുള്ളൂ. ഒരുപാട് സമ്മർദ്ദങ്ങൾ ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ വേണ്ടി, നിങ്ങളെ തള്ളിപ്പറയാൻ വേണ്ടി. പക്ഷെ അതിലൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും ഒരുപാട് പേരുടെ അനിഷ്ടം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ഇവർ തയ്യാറെടുക്കുകയാണ്. അതിനിവർ തയ്യാറാണ്. അത് തന്നെയാണ് ഇവരോട് ചിലർക്കുള്ള ദേഷ്യവും. നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇവർക്ക് ശത്രുക്കളും ഉണ്ടാവുന്നുണ്ട്. നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകാം. ദി മൂൺ എന്ന കാർഡാണ്. തീർച്ചയായിട്ടും മനസ്സിൽ അലസമായ ആലോചനകളും ഭ്രമങ്ങളും ഇവരുടെ ചിന്തയെ ദുസ്വാധീനത്തിന് ഇരയാക്കുന്ന അപകടങ്ങളും നിറഞ്ഞിരിക്കുന്നു. അലസത, കൃത്യമായി ചിന്തിക്കാതിരിക്കുക, പ്രതിസന്ധികളിലേക്ക് തള്ളിപ്പെടുക, തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങളുടെ കാര്യത്തിൽ ഇവരെ ആരൊക്കെയോ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് തെറ്റായ ചിന്തയാണ്.
ചിലർ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങളുടെ കാര്യത്തിൽ. ഈ 3 എന്ന് പറയുന്നത് സ്വപ്നം, വിദ്യാധാരണ, അലസത എന്നിവയുടെയൊക്കെ പ്രതീകമായിട്ട് നമുക്ക് എടുക്കാം. ശരിയായ ചിന്തയല്ല ഇവരിലുണ്ടാവുന്നത്. ഇവരെ സ്വയം ഇവർ വഴിതെറ്റുകയോ നിങ്ങളുടെ കാര്യത്തിൽ ഇവരാരെങ്കിലും വഴിതെറ്റുകയോ ചെയ്യുന്നുണ്ട്. ഇവർക്ക് തങ്ങളുടെ തന്നെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. ഇവർക്ക് കൃത്യമായൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കുള്ള സ്നേഹവും ആകർഷണവും ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹവും ആകർഷണവും ഉണ്ടെങ്കിലും അതിനെ അവർ തുറന്ന് പ്രദർശിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. അതിന് കാരണം ചിലരെ ഇവർ ഭയപ്പെടുകയാണ്. ഇരുട്ടിൽ വെച്ചേക്കാണ് സ്നേഹം. പട്ടാപ്പകൽ നിങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്കതിന് നാണക്കേടുണ്ടാകുകയോ ഭയം ഉണ്ടാകുകയോ ഒക്കെ ഉണ്ട്. ചിലരുടെ ദുസ്വാധീനമാകാം. അതിനെ തുറന്നു പറയാൻ അവർ തയ്യാറാവുന്നില്ല. ഈ അവസ്ഥയിൽ നിന്ന് അവർ പുറത്തു വരുന്നത് വരെ നിങ്ങളുടെ സഹനവും പിന്തുണയും വേണ്ടി വരും. കാരണം നിങ്ങളെ തുറന്ന് അംഗീകരിക്കാനായിട്ട് അവരെ ചില കമ്മിറ്റ്മെൻറ്റ്സ് അനുവദിക്കുന്നില്ല. രഹസ്യമായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. ചിലരൊക്കെ അവർ ഭയപ്പെടുന്നു. ഇവർക്ക് നിങ്ങളോടുള്ള വികാരങ്ങൾ ആഴത്തിലുള്ളതാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിങ്ങളോട് ആഴത്തിലുള്ള വികാരമുണ്ട്. എന്നാൽ അത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളോടുള്ള സ്നേഹം തുറന്നു പറയാൻ കഴിയുന്നില്ല. മനസ്സിലെ ആശങ്കകളും അവ്യക്തതയും കാണാം. അവർ വ്യക്തമായി സമ്മതിക്കാനും തയ്യാറല്ല. സഹനത്തോടെയും കരുതലോടെയും സമീപിക്കുക. സമയമാകുമ്പോൾ അവർ നിങ്ങൾക്ക് ഏറ്റവും അടുത്തവരായിട്ട് മാറും. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് അവരെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.